പ്രിയമുള്ളവരെ, ഈ ലോകപരമായി നമുക്കൊരു ഉയർച്ചയും നന്മയും ഒക്കെ വരുന്ന സാഹചര്യത്തിൽ ലോകം നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്. ഈ വ്യക്തിയാണ് നിന്റെ ജീവിതത്തെ ഉയർച്ചയ്ക്ക് കാരണമായത്, ഈ സാഹചര്യമാണ് അതിനുള്ള കാരണമായി തീർന്നത്, അല്ലെങ്കിൽ ചില ഇടപെടലുകളാണ് നിന്റെ ജീവിതത്തിൻ്റെ ഉയർച്ചകൾക്ക് കാരണമായത്, അവസരങ്ങൾ അതിന് കാരണമായിട്ടുണ്ട് എന്നൊക്കെ. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം അബ്രഹാമിൻ്റെ മുന്നിൽ വന്നു. സൊദോം രാജാവ് അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ സമ്പന്നനാക്കാം. പക്ഷെ അതിന് മറുപടിയായി അബ്രഹാം പറയുന്നൊരു മറുപടിയുണ്ട്, നീ എന്നെ സമ്പന്നനാക്കി എന്ന് പറയാതിരിപ്പാൻ ഞാൻ നിന്റെ കയ്യിൽ നിന്ന് ഒരു ചെരുപ്പിൻ്റെ വാറ് പോലും വാങ്ങുകയില്ല എന്ന്. നമുക്കിങ്ങനെ ഒരു തീരുമാനം പറയാനായിട്ട് കഴിയണം. ലോകം നമ്മുടെ മുൻപിൽ പലതും നൽകാമെന്ന് പറയുമ്പോഴും എൻ്റെ ദൈവം എന്നെ സമ്പന്നനാക്കിയാൽ മതി എന്ന് നമുക്ക് പറയാൻ കഴിയണം. ലോകത്തിലുള്ളവർ നമ്മെ സഹായിച്ചേക്കാം, അവർ സഹായത്തിൻ്റെ കരങ്ങൾ മാത്രമാണ്. പക്ഷേ അനുഗ്രഹിക്കുന്നത് ദൈവമാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. ആ ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടേണ്ടത്. ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും ഒരു വ്യക്തി ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം മാത്രം മതി എന്ന് പറഞ്ഞു തുടങ്ങുന്നിടത്താണ് ആ വ്യക്തിയുടെ ജീവിതം മാറി തുടങ്ങുന്നത്. അബ്രഹാമിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടാൽ മതി എന്ന് തീരുമാനമെടുക്കുന്നിടത്താണ്. നമുക്കൊരു തീരുമാനം അങ്ങനെ എടുത്താൽ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളെ, ദൈവിക നന്മകളെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.